ഗുഡ് മോർണിംഗ് USA കാനഡ ആനന്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ US ചർച്ച ഗുണകരം, ഇനി ട്രംപ് തീരുമാനിക്കും. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഗുണപരമെന്ന് പരസ്പരം പ്രയോജനകരമായ വ്യാപാര കരാറിലേക്ക് എത്താൻ തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യ റൗണ്ട് ചർച്ചകളാണിത്. ഇന്ത്യയും US തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് വ്യാപാര കരാറിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ചകൾ ഗുണപരവും ഭാവിയിലേക്കുള്ളതുമായിരുന്നുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. US ഉദ്യോഗസ്ഥരുടെ സംഘത്തെ നയിക്കുന്ന ദക്ഷിണ മധ്യേഷ്യയിലെ അസിസ്റ്റന്റ് US വ്യാപാര പ്രതിനിധി ബ്രഞ്ചൻ ലിഞ്ച് തിങ്കളാഴ്ച രാത്രിയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ച ചെയ്യുന്നതിനുള്ള 6ാം റൗണ്ട് ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ചർച്ചകളിൽ ഇന്ത്യൻ പക്ഷത്തെ നയിച്ചത് വാണിജ്യ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാൾ ആയിരുന്നു. ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന് ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തോട് $1500 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പത്രത്തിനും 4 മാധ്യമ പ്രവർത്തകർക്കുമെതിരെയാണ് ട്രംപ് കേസ് ഫയൽ ചെയ്തത്. 2024 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും ഒരു പുസ്തകവും വസ്തുതാവിരുദ്ധവും തന്നെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളവയും ആയിരുന്നു എന്നും ഫ്ലോറിഡ ഡിസ്ട്രിക്ട് കോർട്ടിൽ നൽകിയ പരാതിയിൽ ട്രംപ് പറയുന്നു. തീവ്ര ഇടത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുഖപത്രമായി പ്രവർത്തിച്ച് കാലങ്ങളായി നുണകൾ പടർത്തുകയാണ് പത്രമെന്നും ട്രംപ് ആരോപിച്ചു. ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ പ്രതിക്ക് വധശിക്ഷ ലഭിച്ചു. ചാർലി കിർക്ക് കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി ടൈലർ റോബിൻസണിനെതിരെ ചുമത്തിയിട്ടുള്ള വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ കിർക്കിന്റെ കൊലപാതകത്തിൽ അമേരിക്കയുടെ ദുരന്തമാണെന്നും യൂട്ട കൗണ്ടി അറ്റോർണി ജെഫ് ഗ്രേ പറഞ്ഞു. ആസൂത്രിതമായ കൊലപാതകം, തോക്കിന്റെ ദുരുപയോഗം, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ സ്വാധീനിക്കൽ, കുട്ടികൾക്ക് മുന്നിൽ വെച്ച് കൊലപാതകം തുടങ്ങിയ 7 കുറ്റങ്ങളാണ് റോബിൻസണിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കിർക്കിന്റെ കൊലപാതകത്തിനു മുൻപ് റോബിൻസൺ റൂംമേറ്റും പ്രണയിതാവുമായ ട്രാൻസ്ജെൻഡറിന് എഴുതിയ കുറിപ്പും കോടതിയിൽ ഹാജരാക്കി. ചെയ്യുന്ന കാര്യം എന്തായാലും അത് നിർത്തി കീബോർഡിന് താഴെ നോക്കൂ എന്നും റോബിൻസൺ സുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു. ചാർലി കിർക്കിനെ കൊല്ലാനുള്ള അവസരമുണ്ട്, ഞാനത് ഉപയോഗിക്കാൻ പോകുന്നു എന്നായിരുന്നു കുറിപ്പ്. ആഘോഷിക്കുന്ന കുടിയേറ്റക്കാരുടെ വിസ റദ്ദാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി. വലതുപക്ഷ പ്രവർത്തകൻ ചാർലി കിർക്കിന്റെ കൊലപാതകം ആഘോഷിച്ച കുടിയേറ്റക്കാരുടെ വിസ റദ്ദാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. നിഷേധാത്മകവും വിനാശകരവുമായ പെരുമാറ്റമുണ്ടായവർ നമ്മുടെ രാജ്യം സന്ദർശിക്കേണ്ട കാര്യമില്ല എന്നും റൂബിയോ എക്സിൽ പറയുന്നു. വിദ്യാർത്ഥികൾക്കോ വിനോദസഞ്ചാരികൾക്കോ മറ്റുള്ളവർക്കോ വിസ നൽകുന്നതിൽ അമേരിക്ക ഉയർന്ന നിലവാരം പുലർത്തുന്നുവെന്നും റൂബിയോ എടുത്തു പറഞ്ഞു. രാഷ്ട്രീയ വ്യക്തികളുടെ കൊലപാതകം, വധശിക്ഷ അല്ലെങ്കിൽ കൊലപാതകം ആഘോഷിക്കുന്ന വ്യക്തികളെ പ്രവേശനം അനുവദിക്കരുതെന്നും ഇതിനകം രാജ്യത്ത് ഉണ്ടെങ്കിൽ അവരുടെ വിസ റദ്ദാക്കണമെന്നും റൂബിയോ ശക്തമായി വീഡിയോയിൽ പ്രതികരിക്കുന്നുണ്ട്. വിസ റദ്ദാക്കൽ നടക്കുന്നുണ്ടെന്നും US വിസയിലായിരിക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ നാടുകടത്തലിന് തയ്യാറാകണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസുകളിൽ പൗരത്വ മാർക്കറുമായി ആൽബർട്ട. ഡ്രൈവിംഗ് ലൈസൻസുകൾ പൗരത്വ മാർക്കറുകൾ നിർബന്ധമാക്കുന്ന ആദ്യ പ്രവിശ്യയാകാൻ കാനഡയിലെ ആൽബർട്ട. ഡ്രൈവിംഗ് ലൈസൻസുകളിലെ പൗരത്വം, ഹെൽത്ത് കാർഡ് നമ്പർ എന്നിവ 2026 അവസാനത്തോടെ പതിപ്പിക്കും. ഡ്രൈവിംഗ് ലൈസൻസുകളിലും തിരിച്ചറിയൽ കാർഡുകളിലും കനേഡിയൻ പൗരത്വ മാർക്കുകൾ ഉണ്ടായിരിക്കുമെന്നും ആൽബർട്ട സർക്കാർ പ്രഖ്യാപിച്ചു. കാനഡയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ നിർബന്ധിത മാറ്റം 2026 അവസാനത്തോടെ പ്രാബല്യത്തിൽ വരുമെന്നും പ്രീമിയർ ഡാനിയൽ സ്മിത്ത് പറഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസുകളിൽ പൗരത്വ വിവരങ്ങൾ ചേർക്കുന്നത് വഴി ആൽബർട്ടസിന് വിദ്യാർത്ഥി സഹായം, ആരോഗ്യ ആനുകൂല്യങ്ങൾ, വൈകല്യ പിന്തുണ തുടങ്ങിയവയ്ക്കുള്ള ധനസഹായത്തിനും സേവനങ്ങൾക്കും കൂടുതൽ ഫലപ്രദമായി അപേക്ഷിക്കാൻ സഹായിക്കുമെന്നും സ്മിത്ത് പറഞ്ഞു. ആൽബർട്ടയ്ക്ക് അവരുടെ ഐഡന്റിറ്റിയും പൗരത്വവും തെളിയിക്കേണ്ടി വരുമ്പോൾ ഒരൊറ്റ രേഖ ഉപയോഗിച്ച് അത് ചെയ്യാൻ കഴിയുമെന്നും പ്രീമിയർ അവകാശപ്പെട്ടു. ചാറ്റ് GTP ഉപയോഗിക്കുന്നവരുടെ കണക്ക് പുറത്ത്. ചാറ്റ് GTP നിർമ്മാതാക്കളായ ഓപ്പൺ AI ആളുകൾ ചാറ്റ്ബോട്ട് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും അതിന്റെ ഉപയോക്താക്കൾ ആരൊക്കെയാണെന്നും വ്യക്തമാക്കുന്ന ആദ്യത്തെ വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടു. ആളുകൾ കൃത്രിമ ബുദ്ധിയെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും അവർ അതിനോട് എന്താണ് സംസാരിക്കുന്നതെന്നും വ്യക്തമാക്കുന്ന വിശദമായ വിവരമാണ് റിപ്പോർട്ടിലുള്ളത്. ചാറ്റ് GTP ഉപയോക്താക്കൾ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നും അയക്കുന്ന അഭ്യർത്ഥനകൾ ഭൂരിഭാഗവും ജോലി സംബന്ധമായ കാര്യങ്ങളല്ലെന്നും റിപ്പോർട്ട് പറയുന്നു. ഉപയോക്താക്കളുടെ എണ്ണത്തിൽ ആധിപത്യം പുലർത്തുന്നത് യുവാക്കളാണ്. 18നും 25നും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്നാണ് കൂടുതലായും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എത്തുന്നത്.
എന്നാൽ ചാറ്റ് GTPക്ക് ആഗോളവും വൈവിധ്യപൂർണവുമായ ഉപയോക്തൃ അടിത്തറയുണ്ടെന്നും പഠനം കാണിക്കുന്നു. 2024 മെയ് മുതൽ 2025 ജൂൺ വരെയുള്ള 1.5 ദശലക്ഷം ചാറ്റ് GTP ഉപയോക്താക്കളിൽ നിന്നുള്ള ചാറ്റ് ലോഗുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് റിപ്പോർട്ട്. 62 പേജുള്ളതാണ് പുറത്തിറക്കിയ റിപ്പോർട്ട്. US ഡെസ്ക് വ്യവസായത്തിന്റെ ഹൃദയഭാഗത്തുള്ള സാൻ ഫ്രാൻസിസ്കോയാണ് ഓപ്പൺ AIയുടെ ആസ്ഥാനം. ഹാലിഫാക്സിലെ വാടക വീടുകൾ പൊള്ളുന്നു. ഹാലിഫാക്സിലെ വാടകക്കാരന് വീട്ടുവാടക ചിലവേറുന്ന ഒന്നായി മാറുന്നു. കനേഡിയൻ സെന്റർ ഫോർ പോളിസി ആൾട്ടർനേറ്റീവിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് 2024 ശരാശരി 1 ബെഡ്റൂമും അപ്പാർട്ട്മെന്റും സ്വന്തമാക്കാൻ മുഴുവൻ സമയവും ജോലി ചെയ്ത് മണിക്കൂറിൽ ഏകദേശം $27 മുതൽ സമ്പാദിക്കേണ്ടി വരുന്നു. വരുമാനത്തിന്റെ 30% ഭവന നിർമ്മാണത്തിനായി ചെലവഴിക്കാൻ ആവശ്യമായ തുക റെന്റൽ വേജ് ആണ്. ഈ പരിധിക്ക് താഴെയാണ് അഫോർഡബിൾ ഹൗസിന്റെ വിലയായി കണക്കാക്കുന്നതെന്നും കാനഡ മോർട്ട്ഗേജ് ആൻഡ് ഹൗസിംഗ് കോർപ്പറേഷൻ പറയുന്നു. 2025 ആദ്യ 3 മാസങ്ങളിൽ ഹാലിഫാക്സിൽ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് മണിക്കൂറിന് ഏകദേശം $34 ആയിരുന്നു. 39 നഗരങ്ങളിൽ 9ാമത്തെ ഉയർന്ന നിരക്കാണിത്. 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റിന് ഏകദേശം $43 ആയിരുന്നു മണിക്കൂർ നിരക്ക്. മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.